നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വയനാട് പുനരധിവാസത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു കാലതാമസവും ഉണ്ടായിട്ടില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. 30 ലക്ഷത്തിന്റെ വീട് 20 ലക്ഷമാക്കിയെന്ന പ്രചരണം തെറ്റ്. ഈ സാമ്പത്തിക വർഷം തന്നെ ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുമെന്നും മന്ത്രി. മണ്ണാർക്കാട്ട് ലഹരിവേട്ട. MDMA-യും മെത്താഫിറ്റാമിനുമായി യുവാവ് ലഹരി വിരുദ്ധ സ്ക്വാഡിന്റെ പിടിയിൽ. അറസ്റ്റിലായത് കാഞ്ഞിരപ്പുഴ സ്വദേശി സാദിഖ്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ ഫൂട്ട് ഓവർ ബ്രിഡ്ജും ലിഫ്റ്റും ഉടൻ പ്രവർത്തന സജ്ജമാക്കണമെന്ന് SDPI. അറ്റകുറ്റപ്പണികൾക്കായി 6 മാസം മുമ്പ് ഇവ അടച്ചിട്ടതോടെ വയോധികരും രോഗികളും ഉൾപ്പെടെ യാത്രക്കാർ ദുരിതത്തിലെന്നും SDPI മുനിസിപ്പൽ കമ്മിറ്റി. ആവശ്യമുന്നയിച്ച് SDPI നേതാക്കൾ റെയിൽവേ ഡിവിഷണൽ മാനേജർക്ക് നിവേദനം നൽകി. അമ്പലപ്പാറ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ഡിജിറ്റൽ എക്സ്റേ ലാബ് സൗകര്യമായി. ലാബ് നിർമ്മാണം പൂർത്തീകരിച്ചത് ഒറ്റപ്പാലം MLA-യുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച്. ആരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ പുതിയ ജനറേറ്ററും സ്ഥാപിച്ചു. വാർത്തകൾ വിശദമായി. വയനാട് പുനരധിവാസത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു കാലതാമസവും ഉണ്ടായിട്ടില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. 30 ലക്ഷത്തിന്റെ വീട് 20 ലക്ഷമാക്കിയെന്ന പ്രചരണം തെറ്റാണെന്നും മന്ത്രി തൃശൂരിൽ പറഞ്ഞു. നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞ പോലെ ഈ സാമ്പത്തിക വർഷം തന്നെ ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വയനാടിൽ അവശേഷിക്കുന്ന കാര്യങ്ങളിൽ ഉൾപ്പെടെ ഫലപ്രദമായിട്ടുള്ള തീരുമാനമെടുത്തുകൊണ്ട് ദുരന്ത ഘട്ടത്തിൽ ചെയ്യേണ്ട എല്ലാ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളുടെയും അവസാന രൂപത്തിലേക്ക് സർക്കാർ തയ്യാറായി. ഒക്ടോബർ 4-ന് തന്നെ ഭൂമി ഏറ്റെടുക്കലുമായി മുന്നോട്ടു പോയെങ്കിലും ചില കോടതി ഇടപെടലുകൾ ഉണ്ടായെന്ന് മന്ത്രി കെ രാജൻ ചൂണ്ടിക്കാട്ടി. അതുകൊണ്ട് ഡിസംബർ 27 വരെ പരിശോധന നടത്താൻ പോലും കഴിഞ്ഞില്ല. കോടതി സർക്കാരിനെ ചുമതലപ്പെടുത്തി 4 ദിവസത്തിനുള്ളിൽ തുടർ നടപടികൾ ആരംഭിച്ചു. ആദ്യഘട്ടത്തിന്റെ കരടിറക്കി പരാതി കേട്ടു. ആദ്യ ലിസ്റ്റ് പൂർണ്ണമായി അംഗീകരിച്ചു. ദുരന്തബാധിതരുടെ ലിസ്റ്റല്ല, ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവരുടെ ലിസ്റ്റാണ് തയ്യാറാക്കിയത്. 1ഉം 2ഉം ലിസ്റ്റുകൾ വീട് നഷ്ടപ്പെട്ടവരുടേതാണ്. 7 സെന്റിൽ 1000 സ്ക്വയർ ഫീറ്റ് വീടാണ് പണിയാൻ ഉദ്ദേശിക്കുന്നത്. സ്പോൺസർ 20 ലക്ഷം അടച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. ബാക്കി മെറ്റീരിയൽ സ്പോൺസർഷിപ്പിലൂടെ ലഭ്യമാക്കും. എന്നിട്ടും തികഞ്ഞില്ലെങ്കിൽ CMRDF-ലൂടെ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. 30 ലക്ഷത്തിന്റെ വീട് 20 ലക്ഷമാക്കിയെന്ന പ്രചരണം തെറ്റാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. 2188 പേർക്ക് 300 രൂപ ദിനപത്ത 9 മാസത്തേക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. ബെയിലി പാലത്തിന് പകരമായി സിംഗിൾ സ്പാൻ ബ്രിഡ്ജ് നിർമ്മിക്കണമെന്നാണ് തീരുമാനം. ഭാവിയിൽ ദുരന്തമുണ്ടായാലും റെസ്ക്യൂ പോയിന്റായി മാറുന്ന രീതിയിലാണ് പാലം വിഭാവനം ചെയ്യുന്നത്. റോഡ് പോലും ഇല്ലാതെ ഒറ്റപ്പെട്ടുപോയ ആളുകളുണ്ട്. അവർക്ക് വേണ്ടി 4 പാലങ്ങളും 8 റോഡും നിർമ്മിക്കും. പാലത്തിന് സമാന്തരമായി പുതിയ പാലം നിർമ്മിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പാലം എന്ന ആശയമാണിപ്പോൾ നമ്മളവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ എസ്റ്റിമേറ്റിൻ്റെ പ്രിപ്പറേഷൻ പൂർത്തീകരിച്ചു. ഇനി ഔപചാരികമായിട്ടുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്ന വിധത്തിലാണ്. നിങ്ങളവിടെ പോയ ആളുകൾക്കറിയാം, ഇവിടെ ഉള്ളവരിൽ പലരും അവിടെ വന്നതാണ്. ആ പുഴയെ മറികടക്കാവുന്ന പുഴയ്ക്കകത്തുള്ള കാലുകളുള്ള പാലമാണ് നഷ്ടപ്പെട്ടത് എന്നുള്ളത് കൊണ്ട് ആധുനിക സംവിധാനങ്ങളോടെ ഒരു സിംഗിൾ സ്പാൻ ബ്രിഡ്ജായി ആ പാലം ഉണ്ടാക്കണം എന്നാണ് നമ്മൾ കണ്ടത്. ഇതുപോലെ തന്നെ ആ GLPS-ൻ്റെ 8-ാം നമ്പർ റോഡിൻ്റെ ഭാഗമായിട്ടുള്ള പാലം, അത് നേരത്തെ നടവഴി പാലമായിരുന്നു, ഇപ്പോൾ മോട്ടറബിൾ ആയിട്ടുള്ള പാലമാക്കി ഉണ്ടാക്കുകയാണ്. മുണ്ടക്കൈ ബോസ്കിൻ്റെ ഭാഗത്തൊരു നടപ്പാലം പുതിയതായി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. പുഞ്ചിരിമുറ്റത്ത് നിന്ന് നമ്മൾ വനറാണി എസ്റ്റേറ്റിലേക്ക് കടക്കാവുന്ന ഭൂമി ഇപ്പോൾ പൂർണ്ണമായും പുഴ പോലെയായി മാറി. അവിടേക്ക് കടക്കാൻ പറ്റുന്ന, വാഹനം ഓടിച്ച് കയറ്റാൻ പറ്റുന്ന ഒരു മോർട്ടബിൾ പാലം ഉൾപ്പെടെ 4 പാലങ്ങൾ. അനാവശ്യമായ വിവാദത്തിലേക്ക് ഈ ഘട്ടത്തിൽ പോവരുത്. ദുരന്തബാധിതരുടെ ഉള്ളിൽ ആശങ്ക നിറയ്ക്കുന്ന രീതിയിൽ ആരും പ്രവർത്തിക്കരുതെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു. കടം എഴുതിത്തള്ളാൻ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഇന്നൊരു പ്രമേയം പാസാക്കിയാൽ മതി. എല്ലാവരും പറയുന്നത് സർക്കാർ തയ്യാറാക്കിയ ലിസ്റ്റ് എന്നാണ്. എന്നാൽ സർക്കാർ ഈ ലിസ്റ്റിൽ ഇടപെടുന്നേയില്ല. 2A 2B ലിസ്റ്റിലുള്ളവരെ ഒരുമിപ്പിച്ച് പുനരധിവസിപ്പിക്കും. നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞ പോലെ ഈ സാമ്പത്തിക വർഷം തന്നെ പുനരധിവാസം ഉറപ്പാക്കുമെന്നും അവസാനത്തെ ദുരന്തബാധിതന്റെ പോലും പുനരധിവാസം ഉറപ്പാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യണമെന്ന് താൻ ആഹ്വാനം ചെയ്യുന്നില്ല. പക്ഷേ മനസ്സിലെങ്കിലും കേന്ദ്ര അവഗണന എന്നതുണ്ടാകണമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ ഫൂട്ട് ഓവർ ബ്രിഡ്ജും ലിഫ്റ്റും ഉടൻ പ്രവർത്തനയോഗ്യമാക്കണമെന്ന് SDPI. ആവശ്യമുന്നയിച്ച് SDPI മുനിസിപ്പൽ കമ്മിറ്റി റെയിൽവേ ഡിവിഷണൽ മാനേജർക്ക് നിവേദനം നൽകി.
ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ ഫുട് ഓവർ ബ്രിഡ്ജും ലിഫ്റ്റും 6 മാസത്തിലധികമായി അറ്റകുറ്റപ്പണിയുടെ പേരിൽ അടച്ചിട്ടിരിക്കുകയാണെന്ന് SDPI ചൂണ്ടിക്കാട്ടി. എന്നാൽ പ്രവൃത്തികളൊന്നും നടക്കുന്നില്ല. പ്രായമായവരും രോഗബാധിതരും ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളാണ് ദിവസവും ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനെ ആശ്രയിക്കുന്നത്. മറ്റ് പ്ലാറ്റ്ഫോമുകളിലേക്ക് എത്തിപ്പെടാൻ വലിയ പ്രയാസമാണ് ഇവർ നേരിടുന്നത്. ഈ വിഷയം ഡിവിഷണൽ മാനേജറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും ഉടൻ പരിഹാരം കാണാമെന്ന് അദ്ദേഹം ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും SDPI നേതാക്കൾ പറഞ്ഞു. പ്രശ്നം ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ ജനകീയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്നും SDPI മുനിസിപ്പൽ പ്രസിഡന്റ് TM മുസ്തഫ വ്യക്തമാക്കി. കഴിഞ്ഞ 6 മാസമായി ഇവിടെയുള്ള ലിഫ്റ്റും അതുപോലെ തന്നെ മേൽപ്പാലവും അടഞ്ഞു കിടക്കുകയാണ്. സാധാരണ വാർദ്ധക്യത്തിലുള്ള യാത്രക്കാർക്കും അതുപോലെ തന്നെ രോഗികളായ യാത്രക്കാർക്കുമൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് SDPI ഷൊർണൂർ മുനിസിപ്പൽ കമ്മിറ്റി പാലക്കാട് ഡിവിഷൻ മാനേജർക്ക് ഞങ്ങൾ പരാതി നൽകിയിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഈ ഓവർ ബ്രിഡ്ജും അതുപോലെ തന്നെ ലിഫ്റ്റും തുറന്ന് യാത്രക്കാർക്കുള്ള യാത്രാ സൗകര്യം സുഗമമായ രീതിയിൽ നടത്തണമെന്ന് ഞങ്ങൾ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ആവശ്യം അദ്ദേഹം നിറവേറ്റുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങളുള്ളത്. മണ്ഡലം ജോയിന്റ് സെക്രട്ടറി സിദ്ദിഖ് ഷൊർണൂർ, മുനിസിപ്പൽ സെക്രട്ടറി ഷക്കീർ കല്ലിങ്ങൽ, വൈസ് പ്രസിഡന്റ് താഹിർ കുളപ്പുള്ളി എന്നിവരും പങ്കെടുത്തു. ന്യൂസ് സെന്റർ ഷൊർണൂർ. മണ്ണാർക്കാട്ട് ലഹരിവേട്ട 30.72 ഗ്രാം മെത്താഫിറ്റാമിനുമായി യുവാവ് പിടിയിലായി. മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴ പൊറ്റശ്ശേരിയിൽ കൊത്തലത്ത് വീട്ടിൽ 37 വയസ്സുള്ള സാദിഖിനെയാണ് 30.72 ഗ്രാം മെത്താഫിറ്റമിനുമായി ലഹരിവിരുദ്ധ സ്ക്വാഡ് പിടികൂടിയത്. പിന്നീട് വീട്ടിൽ ബെഡ്റൂമിൽ അലമാരയിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച MDMAയും കണ്ടെത്തി. ലഹരിവിരുദ്ധ സ്ക്വാഡിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ബഹുജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ചെറുതുരുത്തിയിൽ സംഘടിപ്പിച്ചു. UR പ്രദീപ് MLA ഉദ്ഘാടനം ചെയ്തു. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ V പ്രശാന്ത് ക്ലാസ് എടുത്തു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PA യൂസഫ്, M ബിന്ദു, CPM ഏരിയ കമ്മിറ്റി അംഗം M സുലൈമാൻ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MA മുഹമ്മദ് ഇക്ബാൽ, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി PA അബ്ദുൽ കരീം, ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ M പ്രീതി, വിമുക്തഭടൻ രാധാകൃഷ്ണൻ മുണ്ടനാട്, MV സുലൈമാൻ, P പത്മജ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ K സുരേഷ് ബാബു, വിമുക്തി കോർഡിനേറ്റർ ET രാജേഷ് എന്നിവർ സംസാരിച്ചു. കാറിൽ യാത്ര ചെയ്യുകയായിരുന്ന നമ്മുടെ നാട്ടുകാരായിട്ടുള്ള കുട്ടികളുടെ കയ്യിൽ നിന്ന് ഏകദേശം 70 ഗ്രാം സിന്തറ്റിക് ഡ്രഗ് ചെറുതുരുത്തി SI നിഖിൽ സാറും ടീമും കൂടി പിടിച്ചത്. 0.5 ഗ്രാം പോലും കൈവശം വെച്ചാൽ ജാമ്യം ലഭിക്കാത്ത ഡ്രഗ്സ് നമ്മുടെ മക്കളുടെ കയ്യിൽ നിന്ന് കിട്ടിയ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 70 ഗ്രാമാണ്. കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റിയായി കോടതിയിൽ കൃത്യമായിട്ട് അതിൻ്റെ ചാർജ് ഷീറ്റൊക്കെ കൊടുത്ത് ശിക്ഷാവിധി വരികയാണെങ്കിൽ മിനിമം 15 വർഷമെങ്കിലും ആ കുട്ടികൾ ഏറ്റവും മിനിമം ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഇന്ന് അവരുടെ പ്രായം എന്ന് പറയുന്നത് 19-20 വയസ്സാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. അമ്പലപ്പാറ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ഡിജിറ്റൽ എക്സ്റേ ലാബ് ജനറേറ്റർ സമർപ്പണം നടന്നു. ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് K പ്രേംകുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നാണ് ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന അമ്പലപ്പാറ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് ഡിജിറ്റൽ എക്സ്റേ ലാബും ജനറേറ്ററും അനുവദിച്ചത്. K പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. മനുഷ്യന്റെ ജീവന്, അവരുടെ ചികിത്സയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരു സമൂഹം എന്ന് പറയുന്നത് ലാഭനഷ്ടങ്ങൾക്ക് അപ്പുറത്ത് നാടിനെ ചേർത്ത് പിടിക്കുന്ന ഒരു സമൂഹമാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇന്ന് രാജ്യത്തും ലോകത്തുമൊക്കെ വളരെ ശക്തമായി പ്രചരിപ്പിക്കാനും സ്ഥാപിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതി, നിങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ടോ നിങ്ങൾക്ക് ചികിത്സയുണ്ട്, നിങ്ങൾക്ക് പണമുണ്ടോ നിങ്ങൾക്ക് ചികിത്സയുണ്ട്. എന്നാൽ ഈ നാട്ടിലെ സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യർക്ക് ഇൻഷുറൻസ് ഇല്ലെങ്കിലും അവർക്ക് പണമില്ലെങ്കിലും അവർക്ക്
നല്ല ചികിത്സ, സാധ്യമായത്ര മികച്ച ചികിത്സ അവർക്ക് ലഭ്യമാക്കുക എന്നത് അവരുടെ ഔദാര്യമല്ല, അവരുടെ അവകാശമാണ് എന്ന സമീപനമാണ് പൊതുവിൽ കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. മെഡിക്കൽ ഓഫീസർ അനുപമ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ വിജയലക്ഷ്മി ടീച്ചർ, RCH ഓഫീസർ ഡോക്ടർ അനിത എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ശശികുമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി മുഹമ്മദ് കാസിം, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MM ബിന്ദു, ബ്ലോക്ക് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കോമളം ടീച്ചർ, ആശുപത്രി വികസന സമിതി പ്രതിനിധികളായ KP ഹരികൃഷ്ണൻ, പ്രദീപ് കുന്നക്കാവ്, ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ K വിനോദ് കുമാർ, ഹെൽത്ത് സൂപ്പർവൈസർ CM രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. 2 വർഷത്തെ പരിശീലനം പൂർത്തിയാക്കിയ പത്തിരിപ്പാല ഗവൺമെന്റ് ഹൈസ്കൂളിലെയും മൗണ്ട് സീന ഇംഗ്ലീഷ് സ്കൂളിലെയും സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ പാസിംഗ് ഔട്ട് പരേഡ് പത്തിരിപ്പാല GVHS-ൽ നടന്നു. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S അനിത ഉദ്ഘാടനം ചെയ്തു. ഓരോ ആളുകളുമാണ്. എന്തായാലും ഇതുപോലെയുള്ള SPC എന്നുള്ളത് നമ്മുടെ 2010-ൽ തുടങ്ങിയതാണെങ്കിലും കൂടുതൽ വളരെയധികം കുട്ടികളെ നമ്മുടെ രാജ്യത്തിന് തന്നെ മാതൃകയായി വാർത്തെടുക്കാനായി നമുക്ക് ഈ SPC-യിലൂടെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ SPC-യുടെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ ഓരോ ആളുകളും ഈ പരിശീലനം കൊണ്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതെന്തായാലും ഈ SPC-യുടെ ഈ പാസിംഗ് ഔട്ട് കഴിയുന്നതോടുകൂടിയല്ല, തുടർന്നും നിങ്ങൾക്ക് നമ്മുടെ നാട്ടിലെ എല്ലാ പ്രശ്നങ്ങളിലും കൃത്യമായി ഇടപെടുന്നതിനും അതുപോലെ തന്നെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അനിത സല്യൂട്ട് സ്വീകരിച്ചു. മുഴുവൻ കാഡറ്റുകളെയും SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയവരെയും അനുമോദിച്ചു. മംഗല HSO CI പ്രതാപൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വാർഡംഗം AA ഷിഹാബ്, PTA പ്രസിഡന്റ് M ഉണ്ണികൃഷ്ണൻ, പ്രധാനാധ്യാപിക അനിത, മൗണ്ട് സീന ഇംഗ്ലീഷ് സ്കൂൾ പ്രധാനാധ്യാപിക ജുമാന ഹസൻ, MPTA പ്രസിഡന്റ് M സീനത്ത് എന്നിവർ സംസാരിച്ചു. അധ്യാപകർ, PTA അംഗങ്ങൾ, SMC അംഗങ്ങൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. CPM മണ്ണൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന മധുസൂദൻ ഉണ്ണിയെയും ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന V ഭാസ്കരനെയും അനുസ്മരിച്ചു. പൊതുസമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം S അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ണൂരിൽ പാർട്ടിയിലുണ്ടായ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പതറാതെ നയിച്ചിരുന്ന ജനകീയനായിരുന്നു മധുസൂദൻ ഉണ്ണിയെന്ന് S അജയകുമാർ അനുസ്മരണ സമ്മേളനത്തിൽ പറഞ്ഞു. ലോക്കൽ സെക്രട്ടറി, അർബൻ ബാങ്ക് ഡയറക്ടർ, ജില്ലാ ബാങ്ക് സഹകരണ ബാങ്ക് ഡയറക്ടർ, CPM ഏരിയ കമ്മിറ്റി അംഗം തുടങ്ങിയ നിലകളിൽ മധുസൂദൻ ഉണ്ണി പ്രവർത്തിച്ചിരുന്നു. എയർഫോഴ്സ് റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു മധുസൂദൻ ഉണ്ണി. ഇരുവരുടെയും വേർപാട് താങ്ങാനാവാത്ത നഷ്ടമാണെന്നും S അജയകുമാർ പറഞ്ഞു. അദ്ദേഹം 10-20 വർഷത്തിലേറെയായി എയർഫോഴ്സിലെ ജീവനക്കാരനായി നമ്മുടെ ചരിത്രത്തിലെ അവിഭാജ്യ ഘടകമായിട്ടുള്ള 2 പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ, ഒന്ന് ഇന്ത്യ-പാകിസ്ഥാൻ യുദ്ധവും മറ്റൊന്ന് ബംഗ്ലാദേശുമായിട്ടുള്ള യുദ്ധത്തിലൊക്കെ തന്നെ പങ്കെടുത്ത് സർവീസ് രംഗത്ത് മികവ് പ്രകടിപ്പിച്ച അദ്ദേഹം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ, ബ്ലോക്ക് അംഗം PS അബ്ദുൾ മുത്തലവി, TR ശശി, V മോഹനൻ, സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരായ K സൈദലവി, PK ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഇരുവരുടെയും കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കേരളത്തിലെ പ്രതിപക്ഷം കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്ക് പിന്തുണ നൽകുകയാണെന്ന് KGOA മുൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ MA നാസർ. പാലക്കാട് KGOA 38ാം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MA നാസർ. ജീവനക്കാരുടെ ആനുകൂല്യങ്ങളും ശമ്പള പരിഷ്കരണവും സമയബന്ധിതമായി നടപ്പാക്കണമെന്നും ഡോക്ടർ MA നാസർ ആവശ്യപ്പെട്ടു. ജനപക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ടു പോകുന്ന ഇടതു സർക്കാരിനെതിരെ കേന്ദ്ര സർക്കാർ സാമ്പത്തിക ഉപരോധം സൃഷ്ടിക്കുകയാണ്. സംസ്ഥാന സർക്കാരിനെതിരെയല്ല, കേന്ദ്രത്തിനെതിരെയാണ് സമരങ്ങൾ വേണ്ടത്. ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ കഴിയുന്ന ഇടതു സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾക്ക് കാലതാമസമുണ്ടാക്കാൻ പാടില്ലെന്നും ഡോക്ടർ MA നാസർ പറഞ്ഞു. പക്ഷെ ഇപ്പൊ കിട്ടിയോ? കിട്ടിയില്ല. വൈകിയോ? വൈകി.
എന്നാൽ ഇടതുപക്ഷ ഗവൺമെന്റ് കൃത്യമായി കൊടുക്കേണ്ടതാണ്. എന്ത് പറഞ്ഞു മുഖ്യമന്ത്രി റൂൾ 300 വെച്ചുകൊണ്ട് നിയമസഭയിൽ പറഞ്ഞില്ലേ, ഇടതുപക്ഷ ഗവൺമെന്റ് ഇവിടെ നിന്ന് പോകുമ്പോഴേക്കും നിങ്ങൾക്ക് ലഭിക്കേണ്ട ശമ്പള പരിഷ്കരണ ആനുകൂല്യങ്ങളായാലും ശരി, ബഡ്ജറ്റ് പ്രഖ്യാപിച്ചില്ലേ, ആ കുടിശ്ശിക പ്രഖ്യാപിച്ചില്ലേ, പെൻഷൻ ബാക്കി പ്രഖ്യാപിച്ചില്ലേ, അതുപോലെ തന്നെ DAയും കൃത്യമായി നിങ്ങൾക്ക് നൽകിയിരിക്കുമെന്ന് പറയുമ്പോൾ ആ സ്വരത്തിൽ, മുഖ്യമന്ത്രിയുടെ സ്വരത്തിൽ ഇവിടുത്തെ ജീവനക്കാർക്ക് വിശ്വാസമുള്ളത് അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ്. ഇടതുപക്ഷം മുമ്പ് ഭരിക്കുമ്പോഴൊന്നും കൃത്യമായി നൽകിയിട്ടുള്ള ചരിത്രം ജീവനക്കാരന്റെ നെഞ്ചിൽ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. KGOA ഏരിയ പ്രസിഡന്റ് M. ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി N. സുരേഷ്, സൈദലവി, രാജേന്ദ്രൻ, ഷെരീഫ്, PB പ്രീതി, നവനീത് കൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വേതന വർധന ആവശ്യപ്പെട്ട് സമരത്തിലേർപ്പെട്ട ആശാവർക്കർമാർ ഉടൻ ജോലിയിൽ പ്രവേശിക്കണമെന്നാവശ്യപ്പെട്ട ഉത്തരവിന്റെ കോപ്പി കത്തിച്ച് മാത്തൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ മാത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കർഷക കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റും DCC സെക്രട്ടറിയുമായ G. ശിവരാജൻ ഉദ്ഘാടനം ചെയ്തു. ആശാവർക്കർമാരെ സംബന്ധിച്ച് സുദീർഘമായ സേവനങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടത്തിയെന്ന് വാദോരാതി സംസാരിച്ച മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയും ഒക്കെ ആശാപ്രവർത്തകരുടെ പ്രവർത്തനങ്ങൾ വളരെയേറെ ശ്ലാഘനീയമാണ് എന്ന് പലപ്പോഴും പറഞ്ഞ് ഞാനും നിങ്ങളുമൊക്കെ ശ്രമിച്ചതാണ്. നിർഭാഗ്യമെന്ന് പറയട്ടെ, തുച്ഛമായ ഓണറേറിയം കൊണ്ട് അവരുടെ ജീവിതം രണ്ടറ്റവും വഴിമുട്ടാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് നിവൃത്തികേട് കൊണ്ട് അവർ സമരരംഗത്ത് ഇറങ്ങിയത്. കഴിഞ്ഞ 10-ാം തീയതിയാണെന്ന് ഓർക്കുന്നു, ഞാനും തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കർഷക കോൺഗ്രസിന്റെ ഒരു സമരവുമായി ബന്ധപ്പെട്ടപ്പോഴാണ് ധാരാളം സ്ത്രീകൾ ആ സമരം. മാത്തൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PV അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. മാത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രവിത മുരളീധരൻ, വൈസ് പ്രസിഡന്റ് PR പ്രസാദ്, പിരായിരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PK പ്രിയകുമാരൻ, പഞ്ചായത്ത് അംഗങ്ങളായ AR പ്രേമദാസൻ, ബബിത രമേശ്, ശശികല, ഇസ്മായിൽ എന്നിവർ സംസാരിച്ചു. രാംകുമാർ സ്വാഗതവും R. രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മോട്ടോർ തൊഴിലാളി ഫെഡറേഷൻ INTUC പട്ടാമ്പി റീജിയണൽ കൺവെൻഷൻ കോൺഗ്രസ് ഭവനിൽ ചേർന്നു. പാലക്കാട് DCC എക്സിക്യൂട്ടീവ് അംഗം KR നാരായണസ്വാമി ഉദ്ഘാടനം ചെയ്തു. റോഡ് മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഓട്ടോറിക്ഷകൾക്ക് അതിന്റെ വണ്ടിയുടെ തണ്ട് മുറിച്ച് നഷ്ടം കൊടുക്കുന്നതിന് പകരം എങ്ങനെയാണ് ഓട്ടോറിക്ഷ തൊഴിലാളികളെ അല്ലെങ്കിൽ ഡ്രൈവർമാരെ ബുദ്ധിമുട്ടിക്കുക എന്ന വിചിത്ര വാദവുമായി നടപ്പാക്കാൻ പറ്റുന്ന പ്രദേശത്ത് എങ്ങനെയാണോ സൗകര്യം ആ സ്ഥലത്തെ ആദ്യം സാഹചര്യം കിട്ടും. നമ്മള് നെല്ല് കുത്തി അരി കലത്തിലിടാതെ അരി ഒഴിക്കാൻ പറ്റില്ല. കൺവെൻഷനിൽ വാഹിദ് പട്ടാമ്പി അധ്യക്ഷത വഹിച്ചു. പാലക്കാട് ജില്ലാ പ്രസിഡന്റ് KP ജോഷി, ഡോക്ടർ വേണുകൃഷ്ണൻ, ഹനീഫ മാനു, മണ്ഡലം പ്രസിഡന്റുമാരായ ഉമ്മർ കീഴായൂർ, സന്തോഷ് മുതുതല, ഗിരിധർ, അനീസുദ്ദീൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. പുതിയ 3 മണ്ഡലം പ്രസിഡന്റുമാരെ തെരഞ്ഞെടുത്തു. ഫെയർ മീറ്റർ തകരാറിലായാൽ ഓട്ടോറിക്ഷയിൽ സൗജന്യ യാത്ര എന്ന സ്റ്റിക്കർ പതിക്കുമെന്ന തെറ്റായ തീരുമാനത്തിനെതിരെ ഫെഡറേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ജാഥയും സംഘടിപ്പിച്ചു. ഗതാഗത മന്ത്രിക്കും ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കും ബാധിച്ച മറവി രോഗത്തിന് പരിഹാരമായി ബ്രഹ്മി മരുന്ന് തപാലിൽ അയച്ചും ഫെഡറേഷൻ പ്രതിഷേധിച്ചു. പുതുതായി തെരഞ്ഞെടുത്ത INTUC മോട്ടോർ തൊഴിലാളി ഫെഡറേഷൻ മണ്ഡലം പ്രസിഡന്റുമാരായ ഉമ്മറുൽ ഫാറൂഖ് പട്ടാമ്പി, നാസർ CP കുലുക്കല്ലൂർ, ഷബീബ് മുതുതല, ഉണ്ണികൃഷ്ണൻ ഓങ്ങല്ലൂർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഷിഹാബ് കൊടലൂർ, VK സലീം, TP മുഹമ്മദ്, ഷാജഹാൻ, ഖാദർ ശങ്കരമംഗലം, ബാവ ശങ്കരമംഗലം, റസാഖ് കൊടലൂർ, നൌഫൽ കൽപ്പക, ഹക്കീം വല്ലപ്പുഴ, K ഷംസുദ്ദീൻ, ഷബീർ കൊടലൂർ, അസൈനാർ, ഷബീർ മുതുതല, കൃഷ്ണകുമാർക്കൊപ്പം തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പ്രധാന വാർത്തകൾ വീണ്ടും. വയനാട് പുനരധിവാസത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു കാലതാമസവും ഉണ്ടായിട്ടില്ലെന്ന് റവന്യൂ മന്ത്രി K. രാജൻ. 30 ലക്ഷത്തിന്റെ വീട് 20 ലക്ഷമാക്കിയെന്ന പ്രചരണം തെറ്റ്. ഈ സാമ്പത്തിക വർഷം തന്നെ ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുമെന്നും മന്ത്രി. മണ്ണാർക്കാട്ട് ലഹരിവേട്ട. MDMAയും മെത്താഫിറ്റാമിനുമായി യുവാവ് ലഹരി വിരുദ്ധ സ്ക്വാഡിന്റെ പിടിയിൽ. അറസ്റ്റിലായത് കാഞ്ഞിരപ്പുഴ സ്വദേശി സാദിഖ്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ ഫൂട്ട് ഓവർ ബ്രിഡ്ജും ലിഫ്റ്റും ഉടൻ പ്രവർത്തന സജ്ജമാക്കണമെന്ന് SDPI. അറ്റകുറ്റപ്പണികൾക്കായി 6 മാസം മുമ്പ് ഇവ അടച്ചിട്ടതോടെ വയോധികരും രോഗികളും ഉൾപ്പെടെ യാത്രക്കാർ ദുരിതത്തിലെന്നും SDPI മുനിസിപ്പൽ കമ്മിറ്റി. ആവശ്യമുന്നയിച്ച് SDPI നേതാക്കൾ
റെയിൽവേ ഡിവിഷണൽ മാനേജർക്ക് നിവേദനം നൽകി. അമ്പലപ്പാറ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ഡിജിറ്റൽ എക്സ്റേ ലാബ് സൗകര്യമായി. ലാബ് നിർമ്മാണം പൂർത്തീകരിച്ചത് ഒറ്റപ്പാലം MLA ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച്. ആരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ പുതിയ ജനറേറ്ററും സ്ഥാപിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.